നമസ്കാരം. ഇത് എനിക്ക് പരിചയമുള്ളൊരു മാഷ്, ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് കുറേയായി, മക്കളില്ല. ഇങ്ങനെ കുറേ വർഷങ്ങളായപ്പോൾ ഇവർക്ക് ഉറപ്പായി ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷനുള്ളൂ, ദത്തെടുക്കാൻ പറ്റും ഒരു പാവപ്പെട്ട കുട്ടീനെ. ഇപ്പം രണ്ടാൾക്കും ജോലി ഉള്ളതുകൊണ്ട് ഈ അഡാപ്റ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഒരു കുട്ടീനെ അനാഥശാലയിൽ നിന്ന് കണ്ടെത്തി അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കൊണ്ടുവന്നു. ഇപ്പം വലുതായി, വർഷങ്ങൾക്ക് വേഗം വേഗം കടന്നുപോയി. ഇവന് 20 വയസ്സ്, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ 4-5 വയസ്സുള്ളൂ. 22 വയസ്സായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പെണ്ണിൻ്റെ അനിയത്തി, 28 വയസ്സുണ്ട്, അവർ ജോലി കിട്ടിയ നാട്ടിൽ വരുന്നത് ടീച്ചറായിട്ട്. അവിവാഹിതയാണ്, അത്യാവശ്യം നല്ല കാമുള്ള പെണ്ണ്. ഇവള് വന്ന് അപ്പോൾ ഇവർ രണ്ടാളും ജോലിക്ക് പോകും, ടീച്ചറും പോവും. പക്ഷെ ടീച്ചർ പോകുമ്പോൾ 10 മണിയൊക്കെ ആവും. അപ്പോൾ ഇവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വലിയൊരു പരിപാടിയൊന്നുമില്ല, വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവൻ കിടന്നുറങ്ങണ മുറിയിൽ ചിലപ്പോൾ വിളിച്ചോണത്താനൊക്കെ ചെല്ലുമ്പോൾ ഇവൻ ചിലപ്പം മലർന്ന് കിടക്കണ്ടാവും. ഈ ആണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, രാവിലെ മൂത്രമൊഴിക്കാണ്ടായിട്ടാണ് അതിന് സ്വപ്നം കണ്ടിട്ടാണോ അറിയില്ല, സാധനം നല്ല കമ്പിയായിട്ടുണ്ടാവും. അത് മുണ്ട് ശരിക്കൊരു കൂടാരം കിട്ടിയ പോലെ ഉണ്ടാവുള്ളൂ. അതൊക്കെ പണ്ടൊക്കെ എനിക്കും അങ്ങനെ തന്നെയാണ്, മിക്ക ചെറുപ്പക്കാർക്കും അങ്ങനെ. ഇത് ഇവള് പലവട്ടം കണ്ട്. ഇപ്പം ഇവളാലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ രക്തബന്ധമൊന്നുമില്ല, പിന്നെ എപ്പോഴും പരസ്പരം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവളെ സംബന്ധിച്ച് ഇതൊരു പുരുഷൻ, എങ്ങനെ ഇവനെ സെറ്റാക്കാന്നുള്ളത്. അങ്ങനെ ഇവനോട് തൊട്ടും പിടിച്ചുമൊക്കെ വർത്താനം പറയും. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. ഒരു ദിവസം രാവിലെ വിളിക്കാവുന്ന പോലെ ചെന്നപ്പോൾ ഇതേപോലെ സെയിം കൊടിമരം അവിടെ ഉണ്ട്. പക്ഷേ ഇവൻ ഉറങ്ങണ പോലെ നടിച്ച് കിടന്നത്, അവൻ ശരിക്കും ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ട്. ഈ പെണ്ണ് ആ നേരത്തെ ഇവളെ അധ്യാപികയാണെന്നാ, അല്ലെങ്കിൽ ഇവനെക്കാളും പ്രായം കൂടുതലുണ്ടെന്ന് അതൊക്കെ മറന്നു. കാമം എന്താ പറയുക, അന്തയാക്കി. ഇവൻ്റെ സാധനത്തിന് മുണ്ടിൻ്റെ പുറത്ത് കൂടി ഒന്ന് പിടിച്ചു നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം മണ്ണുണ്ട്, ഒറ്റ പിടിക്കണം. പിന്നെ അവൾ എസ്കേപ്പായി. അപ്പം ഇവൾക്ക് ആഗ്രഹം കൂടുതൽ തുടങ്ങി. അപ്പം ഇവനാകെ അന്തം വിട്ട്, കാരണം ഇവനും അതിനെ നോട്ടിട്ടിട്ടുണ്ട്. പക്ഷെ ആര് തുടങ്ങുമെന്നുള്ളതാണ്, ചില സിറ്റുവേഷനിൽ അങ്ങനെ വരും. രണ്ടാൾക്കും താല്പര്യം ഉണ്ടാവും, പക്ഷെ ആദ്യം ആരാണ് തുടങ്ങുക എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അന്ന് തൊട്ട് ഇവൻ്റെ ക്യാരക്ടർ മാറി. ഇവനോട് പറഞ്ഞ് പിന്നെ താഴെ നിന്ന് വിളിച്ച് എന്നിട്ട് വരാനൊക്കെ പറഞ്ഞു, ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ വന്ന്. പിന്നെ അടുക്കള ചെന്നപ്പോൾ ഇവൻ കുറച്ച് ഇവളല്ലെങ്കിൽ മുട്ടിയുരുമ്പലൊക്കെ ഉണ്ട്, ഇവൻ അങ്ങോട്ടും മുട്ടിയുരുമ്പലൊക്കെ തുടങ്ങി. അങ്ങനെ ഇവൻ്റെ സാധനം നല്ല കൂർപ്പായിട്ട് നിൽക്കുമ്പോൾ ഇവള് കടന്നു പോയപ്പോൾ മെല്ലെ ചന്തിമേലൊന്ന് തട്ടി. അതിന് ഇവള് തിരിഞ്ഞു നോക്കി, എന്നിട്ട് അവൾ ചിരിച്ച്, എന്താണ് നിൻ്റെ ഉദ്ദേശം ചോദിച്ചു. അപ്പം നിങ്ങളുടെ ഉദ്ദേശം തന്നെ എനിക്കും പറഞ്ഞു. കാരണം ഇവന് ധൈര്യമായിട്ട് പറയാമല്ലോ, ഇവൻ്റെ സ്ഥാനത്തുമ്മേ രാവിലെ പിടിച്ചാലേ. എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, എന്നാൽ നീ എന്നെ അടുത്ത് കാണുന്നത്. ആ അടുത്തേക്ക് ചെല്ലല. ചില സമയത്ത് സ്ത്രീകളാണ് മുൻകൈ എടുക്കുക, പിന്നെ പ്രായത്തിൽ മൂത്തത് അവളാണല്ലോ. അടുത്തേക്ക് ചെന്നപ്പോൾ രാവിലെ പിടിച്ച പോലെ ഈ മേലിപ്പോൾ മുട്ടിച്ചില്ലേ, അപ്പോൾ നല്ല ഉറപ്പായിട്ട് നിൽക്കല്ല, ഒന്ന് പിടിച്ചു. നല്ല ബലത്തിൽ പിടിച്ചു നോക്കുമ്പോൾ നല്ല ടെൻഷൻ, ആരടാ നീ എന്നും പറഞ്ഞാണ് അവർക്ക് നിൽക്കുന്നത്. ഇപ്പം കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യണം ഒക്കെ പെട്ടെന്നായിരുന്നു. അടിയിലത്തെ നിലയിലാണ് ഇവള് കിടക്കണ മുറി, അങ്ങോട്ടാണ് കൊണ്ടുപോയി. ഇവള് എത്രയോ കാലത്തെ വിശപ്പ്, പറ്റിയ ഒരാളെ കിട്ടാൻ കാത്തു നിൽക്കുന്നു, അത്ര കാമാസക്തിയുള്ള സ്ത്രീയാണത്. അന്ന് ഇവർ തുടങ്ങി. മിക്ക ദിവസം രാത്രി അവർ ബന്ധപ്പെടും, വർഷങ്ങളോളം. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും ആരും
പിടിച്ചില്ല. ടീച്ചറുടെ വിവാഹം കഴിഞ്ഞ്. പക്ഷേ ഇത് മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ടീച്ചർക്ക് ജോലി. ട്രാൻസ്ഫറൊന്നും കിട്ടില്ല. കെട്ടിയാൽ വേറെ ദിക്കിലും. അപ്പോഴും ടീച്ചർ ലീവ് ഉള്ളെന്ന് വെക്കേഷനൊക്കെ അവിടെ ചെന്ന് അവിടെ കെട്ടിയാൽ ചെയ്തു കൊടുക്കും. അല്ലാത്ത ദിവസം ഇവൻ ചെയ്തു കൊടുക്കും. ഒരാളും അവരെ പിടിച്ചിട്ടില്ല. അതാണ് പറയുക, കളവും കള്ളവടിയും പിടിക്കപ്പെടുവോളം നല്ലൊരു സംഭവം തന്നെ. തമാശല്ല, അനുഭവം കൊണ്ട് പറയും. നമസ്കാരം.